ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സ്കൂളിലെ ലഞ്ച് ബോക്സിലേക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുത്തുവിടാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകും. ഓവർ സ്പൈസസ് ഒന്നും ചേർന്നിട്ടില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. രാവിലത്തെ സമയം ഒരുപാട് ലാഭിക്കാനും പറ്റും. നമുക്ക് റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരു 3/4 ഗ്ലാസ് പുലാവിൻ്റെ റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് ആണെങ്കിലും എടുക്കാം, ബിരിയാണി റൈസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിരാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്രോസനായിട്ട് വാങ്ങിച്ച ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ കഷ്ണം വെച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ രണ്ട് കളർ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രണ്ടും എടുത്ത് കൊടുത്താണ്. ഉള്ളതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഞാനൊരു 3-4 ബീൻസും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനൊരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മൂക്കുള്ളതായതുകൊണ്ട് അധികം എരിവ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഒരു പച്ചമുളകേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു സവോളേൻ്റെ പകുതി കൂടി എടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം. രാവിലെ അമ്മമാർക്ക് മക്കളെ സ്കൂളിൽ വിടാൻ നേരത്ത് എളുപ്പപ്പണിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിക്കോളും കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണം. 2-3 ഗ്രാമ്പും, ഒരു ചെറിയ കഷ്ണം പട്ടയും, 3 ഏലക്കയും, ഒരു ബേ ലീഫിൻ്റെ പകുതിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്തു. സവോള ഒന്ന് വഴന്ന് വന്നപ്പോഴേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസൊക്കെ ഒരുവിധം ഒന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേഗം ഒന്ന് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ച് കിട്ടണം അതിലേക്ക്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 3/4 ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഡബിൾ വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്പൂൺ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വിസിലടിക്കുമ്പോൾ തെറിച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ വിസിലടിച്ചിട്ട് നമ്മുടെ പുലാവ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. മുട്ടയില്ലാണ്ട് ഇവിടുത്തെ ആൾക്ക് ഒന്നും കൊടുത്താൽ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഒരു മുട്ട കൂടി പൊരിക്കുന്നത്. ഒരു എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ലേശം മുട്ട ഒഴിച്ചിട്ട് അതിലേക്ക് ലേശം ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് മുട്ട ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.